ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 24 ശ്ലോകം 10. അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രഭിന്ദേ സ്മ സ്തംഭം ചലിതകരവാളോദിതി സുതഃ അതഃ പശ്ചാദ് വിഷ്ണോ നഹി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിഹി പ്ലസ് ഇതി ഹരിരിതി പ്രഭിന്ദേ സ്മ സ്തംഭം ചലിതകരവാളഃ ദിതിസുതഃ ചലിതകരവാളോദിതി സുതഃ അതഃ പശ്ചാത് പ്ലസ് വിഷ്ണു പശ്ചാത് വിഷ്ണു ന ഹി വദിതും ഈശഃ അസ്മി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയ മാം. തേർഡ് ലൈൻ അതഃ പശ്ചാത് വിഷ്ണു. എങ്കിൽ വിഷ്ണു ഭഗവാനെ അഭിസംബോധനയാക്കും, அதனால വിഷ്ണു താൻ വരും. ഹരേ കൃഷ്ണ. ഇതൊക്കെ മുന്നാലത്തെ ശ്ലോകത്തിലെ പാത്രം. இந்த பிரஹ்லாதன் சொல்லப்பட்டது இந்த 3 லோகத்துக்கும் பலம் பகவானாக்கும் அப்படின்னு. இது கேட்டதும் ஹிரண்யகசிபுவுக்கு தாங்காத கோபம் வந்தது. உடனே திதிசுதஹ சலிதகரவாளஹ, அந்த தைத்தியனான ஹிரண்யகசிபு தன்னோட கையில வாள் எடுக்கிற, എന്നിട്ട് ചലിതകരവാളഹ, அப்படியே கோபத்தினால இப்படி கையெல்லாம் விറയ്க்கிறதாம். அந்த விറയ്ക്കപ്പെട്ട കൈയോട് കൂടിയിട്ട് അസൗ സകല ജഗദാത്മാ ഹരിഹി ക്വാ, അരേ അസൗ ക്വാ, സകല ജഗത്തുക്കും സ്വരൂപനാன விஷ்ணு சொன்னியே, அந்த விஷ்ணு எங்க? ஹரிஹி குவா, எங்க? அரே அசௌ குவா, எங்க எங்க? குவா அசௌ அப்படின்னு അത്ര കോപത്തോടെ പാക്കറ. എന്നിട്ട് ഇത് സ്തംഭം പ്രഭിന്ദേ സ്മ, இந்த தூணில ഭാഗവതത്തിലെ കേൾപ്പാൻ എങ്ക. അപ്പോ എങ്ക കേൾക്കறതും പ്രഹ്ലാദൻ ചൊല്ற, എങ്കதான் இல்லை തൂണിലെയും തുരുമ്പിലെയും സകല ഇടത്തിലെയും ഭഗവാൻ നിറഞ്ഞിരിക്കാർ. ഇത് ചൊല്ലർത്തെ ഭഗവാൻ വന്ന് ഇപ്പൊ പാത്തുന്നിരിക്കാർ എന്നെ പ്രഹ്ലാദനെ പിടിച്ചൊല്ലർത്തെ. ഉടനെ കേക്കറ എന്ത് തൂണിലിരിക്ക. അപ്പൊ പ്രഹ്ലാദൻ ഭഗവാൻ തൂണിലെയും തുരുമ്പിലെയും ഇരിക്കാർ ചെന്നപ്പോ എല്ലായിടത്തിലെയും ഭഗവാൻ റെഡിയാ. എങ്കേന്ത് വേണമെന്നാ വെളിയിലെ പുറത്തേക്ക് റെഡിയാ നിന്നിരുന്നാരാ. ஒவ்வொரு தூணிலையும் ஒவ்வொரு துரும்பிலையும் வந்தவங்க உட்காந்துருந்தாரா. சரி, இந்த தூணில் இருக்கா அப்படின்னு அந்த கையெடுத்து கேட்கறான். உடனே ஏனப்பா இந்த தூணில் இல்லை, திருஷ்யதே இந்த தூணில எனக்கு பார்க்க முடியறது அப்படின்னு சொல்றான் பிரஹ்லாதன். உடனே பகவான் அந்த தூணில ரெடியா நிக்கிறாரா. இவன் அப்படியே அந்த இதி ஸ்தம்பம் பிரபிந்தே ஸ்ம, அந்த ஸ்தம்பத்தை ஒரு இடி இடிக்கிறார. விஷ்ணு அதஹ பശ്ചാത് സഹസാ വദിതും നഹി ഈശഃ അസ്മി. ഹേ സർവടത്തിലെയും ഇരിക്കപ്പെട്ട ഭഗവാനെ ഗുരുവായൂരപ്പ, അതുക്കപ്പുറമുള്ളത് ചൊല്ലർത്തുക്ക് എനിക്ക് ശക്തിയില്ലേ. നഹി വദിതു, അത് ചൊല്ലർത്തുക്കാണ് ശക്തി. ഈശഃ ന അസ്മി, എനിക്കില്ലേ. കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മാ മൃഡയ. കൃപാത്മൻ
ஒவ்வொருத்தாள்கிட்டையும் அப்படி ஒரு കാരുണ്യം ഭഗവാനുക്ക്, അപ്പടി കൃപ ചൊരിയപ്പെട്ട ഗുരുവായൂരപ്പ, വിശ്വാത്മൻ, വിശ്വത്തിലെ പൂരാ നിറഞ്ഞു നിൽക്കപ്പെട്ട ഗുരുവായൂരപ്പ, പവനപുരവാസിൻ, ഹേ ഗുരുവായൂരപ്പ മാം ഹൃദയ, എന്നെ ആനന്ദിപ്പിക്കണമേ அப்படின்னு അറിഞ്ഞു. പിന്നെ ഭട്ടതിരി ഗുരുവായൂരിൽ എങ്കൊക്കാന്ത് പഠിച്ചാരെങ്കിലും നമ്മൾക്ക് തെരിയും. നമ്മളെന്ത് നാലമ്പലത്തുക്കുള്ള ഏറത്തെ കൊടിമരമെല്ലാം താണ്ടി കോവിലുക്കുള്ള എൻ്റെ നുഴയറ ഇടത്തിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു വിളക്കേത്തി വെച്ചിരിക്കുക. അങ്ങ് ഒരു ഇതിൽ ഫലകത്തിൽ, പിത്തളയിലുള്ള ഒരു ഫലകത്തിൽ എഴുതി വെച്ചിരിക്കാം, നാരായണ ഭട്ടതിരി ഇങ്ങൊക്കാന്ത് ജപിച്ചിരുന്നാർ, നാരായണിയം പഠിച്ചിരുന്നാർ അപ്പടിங்கிறது എഴുതി വെച്ചിരിക്കാം. അപ്പോൾ അത് അങ്ങ് ഇരുന്നത് ഇത് എഴുതുற സമയത്തിൽ അവർക്ക് ജസ്റ്റ് അവരോട് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കപ്പെട്ട തൂണിൽ അങ്ങ് മുന്നാടി 8 തൂണ് ഇരുന്നതാണ്. ഇപ്പോൾ 2 സൈഡിലെയും 4 തൂൺ വീതം. ഇപ്പോൾ അതോட ഓപ്പോസിറ്റ് സൈഡിൽ 3 തൂൺ തന്നെ ഇരിക്ക്. ഒരു തൂണിരിക്ക്, എണ്ടിൽ മണ്ഡപത്തോടെ എണ്ടിലൊരു തൂണിരിക്ക്, നടുവിലൊരു തൂണിരിക്ക്. അന്ത തൂണില് അന്ത നരസിംഹമൂർത്തിയെ അവർക്ക് പാക്കാൻ മുടിഞ്ചത്. അതൊക്കെ അടുത്ത ശ്ലോകത്തിൽ സ്തംഭേ ഘട്ടയതോ, அந்த தூணுக்கு மேலே ഹിരണ്യകശിപു ഇടിച്ചതും കാതിൽ அந்த ഭഗവാനോട് ഒലിയും എല്ലാം കേട്ടതുங்கிறது பார்க்கலாம். ഹരേ കൃഷ്ണ.